അമേരിക്കയുടെ ഭീഷണിയിൽ ഇന്ത്യക്ക് ശക്തമായ പിന്തുണയുമായി എത്തിയിരിക്കുന്ന രാജ്യം ഏതാണെന്നറിയാമോ? ഇപ്പോൾ ചൈനയാണ് ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് യുദ്ധം ലോക സമവാക്യത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയതിന് അമേരിക്ക ഇന്ത്യക്ക് മേൽ വൻ തീരുവ ചുമത്തി. ഇതിനെതിരെ ചൈന ഇന്ത്യയെ പിന്തുണയ്ക്കുകയും അമേരിക്കയെ ശക്തമായി ആക്രമിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ സു ഹൈ ഹോങ് അമേരിക്കയെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രാജ്യമെന്നാണ് വിശേഷിപ്പിച്ചത്. വളരെ കാലമായി സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ നേട്ടങ്ങൾ അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അവർ ഈ താരിഫിനെ ഒരു വിലപേശൽ ചിപ്പായിട്ട് ഉപയോഗിക്കുകയാണ്. അതിനെതിരെ മൗനം പാലിക്കുന്നവരെ അമേരിക്ക കൂടുതൽ ഭീഷണിപ്പെടുത്തുന്നു. അത് ഉപദ്രവിക്കലിന് തുല്യമാണ്. അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% വരെ താരിഫ് ചുമത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് മേലുള്ള വലിയ താരിഫുകളിൽ മൗനം പാലിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നവരെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ എന്നാണ് ചൈന പറഞ്ഞത്. അതുകൊണ്ട് ശക്തമായ രീതിയിൽ തിരിച്ചടിക്കണം. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഭീഷണിപ്പെടുത്തുന്നവരുടെ ശക്തി വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശക്തമായ മറുപടി കൊടുക്കണം. എന്തായാലും അമേരിക്കയ്ക്ക് ഇന്ത്യക്ക് മേൽ 25% പരസ്പര താരിഫ് ചുമത്തി. പിന്നീട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് 25% അധിക താരിഫും ചുമത്തിയിരിക്കുകയാണ്. അങ്ങനെ 50% താരിഫ് ചുമത്തിയ ഈ ഘട്ടത്തിലാണ് നിലവിൽ ചൈന ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി ഇന്ത്യക്ക് വരാൻ പോകുന്നത് ഒരു ഉപരോധമാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ കണക്ക് കൂട്ടുന്നത്. റഷ്യയിൽ നിന്നും വലിയ രീതിയിലുള്ള കരാറുകൾ ഇന്ത്യ ഒപ്പിട്ട് കഴിഞ്ഞു. യുറേഷ്യൻ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറൊക്കെ ഇന്ത്യ ജയശങ്കർ അവിടെ പോയി ഒപ്പിട്ടു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയിലേക്ക് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള വളരെ വലിയ നീക്കവും ഇന്ത്യ നടത്തുന്നുണ്ട്. ചൈനയിലേക്ക് അടുക്കുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് കൃത്യമായി നമ്മുടെ ഭരണകൂടത്തിനറിയാം. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന സകലമാന അതിർത്തി തർക്കങ്ങളും പറഞ്ഞു പരിഹരിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അതിർത്തി വീണ്ടും മാന്താൻ വരില്ല എന്ന ഉറപ്പോടുകൂടി വേണം ഇങ്ങോട്ടേക്ക് വരാൻ എന്നാണ് കൃത്യമായി ഇന്ത്യ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്. പോരാത്തതിന് തായ്വാനും ഞങ്ങളും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്. ആ ബന്ധം ഊഷ്മളമാണ്. അത് ഇനിയും തുടരുമെന്ന കൃത്യമായ മുന്നറിയിപ്പോടുകൂടിയാണ് ചൈനയുമായി ഇന്ത്യ കൈകൊടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.